നമസ്കാരം. കേരള കോൺഗ്രസ് പിളർപ്പിലേക്കോ? പാർട്ടി പിളർത്തി പിന്നെയും പുറത്തുപോകാനുള്ള നീക്കങ്ങളുമായി പി.ജെ. ജോസഫ്. ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് പ്രഖ്യാപിച്ച് കെ.എം. മാണിക്ക് ഒപ്പമുള്ളവർ കോട്ടയത്ത് തോമസ് ചാഴികാടനായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പാർട്ടി തീരുമാനം അന്തിമമാണെന്ന് മാണി വിഭാഗം നേതാക്കൾ പറയുമ്പോൾ ജോസ് കെ മാണി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നാണ് ജോസഫ് വിഭാഗം നേതാക്കളുടെ പ്രതികരണം. കേരള കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ മറ്റൊരു പിളർപ്പിന് കൂടി ഒരുങ്ങുന്നു എന്ന വികാരമാണ് പാലയിലെയും തൊടുപുഴയിലെയും നേതാക്കളുടെ വസതികളിൽ. ജോസഫിന് സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മാണിയോടൊപ്പമുള്ള നേതാക്കൾ തയ്യാറല്ല. തീരുമാനം അന്തിമമാണെന്ന സന്ദേശമാണ് ജോസ് കെ മാണി ഇന്നും നൽകിയത്. നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പാർട്ടി ചെയർമാൻ ഈ കാര്യങ്ങളിൽ എല്ലാവരോടും വിശദീകരിക്കുകയുണ്ടായി. നിരാശയും ദേഷ്യവും മറച്ചുവെക്കാതെയാണ് ജോസഫിനൊപ്പമുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചത്. പാർട്ടിയുടെ ഔദ്യോഗിക കമ്മിറ്റികൾ ജോസഫിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ പി.ജെ. ജോസഫിന് സീറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫിന് സീറ്റ് നിഷേധിക്കുന്ന വിധത്തിലാണ് വന്നത് എന്ന് സാഹചര്യം ഉണ്ടായപ്പോൾ ജോസ് കെ മാണിക്കെതിരെ കടുത്ത വാക്കുകളുമായാണ് മുതിർന്ന നേതാവ് ടി.യു. കുരുവിള മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന് ഈ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഏകാധിപത്യമായി ഈ പാർട്ടിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അദ്ദേഹത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പോക്ക്. തൊടുപുഴയിലെ വസതിയിൽ തുടർന്ന പി.ജെ. ജോസഫ് വൈകിട്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് സൂചന. യു.ഡി.എഫിലെ മറ്റ് കക്ഷികളുമായി കൂടിയാലോചിച്ചായിരിക്കും അടുത്ത തീരുമാനം. ജോസഫ് പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയുമായി നിൽക്കുമ്പോൾ തന്നെ തോമസ് ചാഴിക്കാടിനു വേണ്ടിയുള്ള പ്രചരണം കോട്ടയത്ത് മാണി വിഭാഗം നേതാക്കൾ തുടങ്ങിക്കഴിഞ്ഞു. ജോസഫിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും രാജിവെക്കാനും ആരംഭിച്ചു. 30 വർഷം മുമ്പ് 1989 പുറപ്പുഴയിലെ ഈ വസതിയിലുണ്ടായിരുന്ന അതേ വികാരമാണ് ഇപ്പോഴും. സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങിയ പി.ജെ. ജോസഫ് പിന്നീട് ചെന്നെത്തിയത് ഇടതുമുന്നണിയിലാണ്. ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് തൊടുപുഴയിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ കണ്ണൻ പി. പ്രസന്നനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഇനി ഒന്നിച്ചില്ല എന്ന വികാരമാണ് തൊടുപുഴയിലെയും പാലായിലെയും ജോസഫിന്റെയും മാണിയുടെയും വസതികളിൽ. പഴയ ജോസഫ് വിഭാഗം നേതാക്കളും മാണി വിഭാഗം നേതാക്കളും ഗ്രൂപ്പ് തിരിഞ്ഞു തന്നെയാണ് ഇപ്പോഴും കൂടിയാലോചനകൾ നടത്തുന്നത്. പി.ജെ. ജോസഫുമായി ഇപ്പോൾ ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ജി ശ്രീജിത്തും പാലായിൽ നിന്ന് ശ്യാം ദേവരാജും ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ്? DCC മുൻ അധ്യക്ഷനും KPC നിർവാഹക സമിതി അംഗവുമായ റോയ് കെ പൗലോസാണ് പി.ജെ. ജോസഫിനെ കാണാൻ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഔപചാരികമായി ഈ പാർട്ടിക്ക് പുറത്തുള്ളൊരു നേതാവ് ആദ്യമായാണ് ഇവിടെ എത്തുന്നത്. കൃത്യമായി ജോസഫിനൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയായിരിക്കും റോയ് കെ പൗലോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ചർച്ച പുറത്തായ ശേഷം റോയ് കെ പൗലോസ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് റോയ് കെ പൗലോസ്. എ ഗ്രൂപ്പ് നേതാവ് കൂടിയാണ്. ആ നിലയ്ക്ക് ഈ ഒരു ചർച്ചകൾക്കൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ട ഒരു തലത്തിലുള്ള ആളല്ലല്ലോ ഞാൻ. ബഹുമാന്യനായ പി.ജെ. ജോസഫ് UDFന്റെ വളരെ ശക്തനായ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ കാണുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ജോലി, ഒരു ദൗത്യം എന്നുള്ള നിലയിലാണ്. അല്ല, അതൊന്നും ഞാൻ അങ്ങനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നും ശരിയല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിലും UDFനും ഉണ്ട്. അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും.
ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് ഉറച്ച പിന്തുണ തുറന്നു നൽകുന്നു. ഇല്ല, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടുണ്ട്, രമേശ് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരും എല്ലാ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് ഒന്നും ഒരു അഭിപ്രായം ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല, ഞാൻ പറയത്തില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരു കാര്യവും ചർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തായാലും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു വികാരം അവർ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പി ജെ ജോസഫ് വളരെ ശക്തനായ UDFന്റെ നേതാവാണ്. അദ്ദേഹം UDFൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ്. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും UDFന്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഇല്ല, അതൊന്നും അങ്ങനെയുള്ള ഒന്നും പരിഗണിക്കണ്ട, അങ്ങനെയൊന്നും നോക്കണ്ട. ഇല്ലെന്നേ, അങ്ങനെ ഇല്ല ഒന്നുമില്ല. ഞാൻ പി ജെ ജോസഫ് ഇവിടുത്തെ ഞങ്ങളുടെ MLAയും മുൻ മന്ത്രിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. ഞാനും ഈ നാട്ടിൽ തന്നെ താമസിക്കുന്നത്. ആ രീതിയിൽ കണ്ടാൽ മതി. റോയ് ചേട്ടാ, ഇനി ഒരു തീരുമാനത്തിലേ ഇപ്പം ഇടുക്കി സീറ്റ് പി ജെ ജോസഫിന് നൽകുകയാണെങ്കിൽ കോൺഗ്രസ് പിന്താങ്ങുമോ? അല്ല, ഇതൊന്നും ചർച്ച ചെയ്യാനല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് കേട്ടോ, ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട പി ജെ ജോസഫുമായിട്ട് കണ്ടു, അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, അത് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ എന്താണെന്ന്. ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടോ. ആ അഭിപ്രായത്തിന് അപ്പുറത്തേക്കുള്ളൊരു അഭിപ്രായവും ഞങ്ങൾക്കില്ലല്ലോ കേട്ടോ. ശരിയാണ്. സനീഷ, എന്തായാലും ഇക്കാര്യത്തിൽ റോയ് കെ പൗലോസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദൗത്യം എന്ന നിലയിൽ അല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും കൃത്യമായ ചില ആശയവിനിമയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റോയ് കെ പൗലോസ് ഇവിടെ എത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തന്റെ ചർച്ച പൂർത്തിയാക്കിയ ശേഷം റോയ് കെ പൗലോസ് മടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്ന് തന്നെയാണ് റോയ് കെ പൗലോസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് കോൺഗ്രസിന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ കൂടിയാണെന്ന് കൂടി ഈ ചർച്ചകളെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും നാളെ ആയിരിക്കും ജോസഫ്, ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് പോയേക്കും. നാളെ ആയിരിക്കും കൃത്യമായ ചർച്ചകളും മറ്റും ഉണ്ടാകുക. സനീഷ്, അതാണ്. നന്ദി ശ്രീജിത്ത്. വിവരങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇടപെടും കോൺഗ്രസിന്റെ നേതൃത്വം എന്നാണ് റോയ് കെ പൗലോസ് അവിടെ ജോസഫിനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. പാലായിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ശ്യാം, അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ മാണി പാർട്ടി പ്രവർത്തകരോടും സ്ഥാനാർത്ഥിയോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തെങ്കിലും സമവായ ശ്രമങ്ങൾക്ക് ഇനിയൊരു പഴുതുമില്ല എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? മാണി വിഭാഗം അത്തരമൊരു കൃത്യമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. രാവിലെ ജോസ് കെ മാണിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായതും ഇത് തന്നെയാണ്, ആ നിലപാട് തന്നെയാണ്. മാണി വിഭാഗം ഇന്നലെ എന്ത് നിലപാട് പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചോ അതേ നിലപാടിൽ തന്നെ ഇന്നും തുടരുന്നുവെന്നാണ് വ്യക്തമാക്കിയത്. അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. അതുതന്നെയാണ് ജോസ് കെ മാണി രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രമല്ല, തോമസ് ചാഴിക്കാടിനോട് കോട്ടയം മണ്ഡലത്തിലെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട്, ഇന്നലെ തീരുമാനിക്കപ്പെട്ട സ്ഥാനാർത്ഥിയോട് പ്രചരണ രംഗത്ത് സജീവമാകാനും നിർദ്ദേശിച്ചു കഴിഞ്ഞു. മാണി വിഭാഗം മാണി തന്നെ നേരിട്ട് അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഒരു രീതിയിലും പിന്നോട്ട് പോകാനുള്ള വ്യക്തമായ സന്ദേശമാണ് മാണി വിഭാഗം ജോസഫ് വിഭാഗത്തിന് നൽകുന്നത്. നന്ദി ശ്യാം വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസിലെ പരസ്യപ്പോരിൽ കോട്ടയവും ഇടുക്കിയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. ജോസഫിനെ അപമാനിച്ച് ഇറക്കിവിടാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിലും പരസ്യ ഇടപെടലിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ഇതാണ്. കേരള കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ജോസഫിനെ UDFൽ തന്നെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഓരോ സീറ്റും നിർണായകമാണെന്നും അതുകൊണ്ട് തന്നെ മാണിയും ജോസഫും തമ്മിത്തല്ലി കോട്ടയത്തെ ജയസാധ്യത ഇല്ലാതാക്കരുതെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. ആഭ്യന്തര കലകം കേരള കോൺഗ്രസ് മത്സരിക്കുന്ന കോട്ടയത്തിനൊപ്പം കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കിയിലും തിരിച്ചടിയാകുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി. ഇതോടെയാണ് ജോസഫിനെ അപമാനിച്ച് ഇറക്കിവിടുന്നത് ശരിയല്ലെന്നും പ്രശ്നത്തിൽ ഇടപെടുമെന്നും UDF കൺവീനർ തന്നെ വ്യക്തമാക്കിയത്. ഏതെങ്കിലും പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സ്വാഭാവികമായി മുന്നണി നേതൃത്വം ഏറ്റെടുക്കുന്നതാണ്. അതിൽ മുന്നണി നേതൃത്വം അതിൻ്റെ അഭിപ്രായം പറയുന്നതാണ്. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട തലത്തിലേക്ക് ഈ പ്രശ്നം വരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ആ പാർട്ടിക്ക് തന്നെ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ. എന്നാൽ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ കോൺഗ്രസ് ഇടപെടുന്നതിൽ KM മാണി തന്നെ അതൃപ്തി അറിയിച്ചു. ഇതോടെ തർക്കത്തിൽ ഇടപെടുമെന്ന നിലപാട് വേണ്ടി വന്നാൽ ഇടപെടുമെന്നാക്കി കോൺഗ്രസ്. അത് ആ പാർട്ടി പരിഹരിക്കട്ടെ, അത് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആലോചിക്കാൻ കൂട്ടായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
കേരള കോൺഗ്രസിലെ പ്രതിസന്ധി പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസിനും UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്കും വ്യക്തമായിട്ടുണ്ട്. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് ചെയർമാനാകാൻ PJ ജോസഫ് പാർട്ടി വിട്ടുപോകണമെന്ന മാണിയുടെ നിലപാട് തന്നെയാണ് കാരണം. ഇതോടെ ജോസഫിനെ UDF-ൽ തന്നെ നിലനിർത്താനാണ് കോൺഗ്രസിന്റെ പുതിയ ശ്രമം. ജോസഫിനും ഇത് സ്വീകാര്യമാണ്. പക്ഷേ കൂറുമാറ്റ നിരോധനം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ലഭിക്കണം. ഈ ഉപാധി KM മാണിയും ജോസ് കെ മാണിയും അംഗീകരിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരള കോൺഗ്രസിലെ തർക്കം ആഭ്യന്തര പ്രശ്നമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും പറഞ്ഞു. ഞങ്ങൾ ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അത് വന്നിട്ടില്ല. അത് കേരള കോൺഗ്രസ് പരിഹരിക്കേണ്ട വിഷയമാണ്. അതിന് നേതൃത്വം ആ പാർട്ടിക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിപ്പോൾ ഓരോ സംഘടന അതിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക, അതാണ് അതിൻ്റേതായിട്ടൊരു സെറ്റപ്പ് അവർക്കുണ്ട്. അതിനെ നമ്മൾ ഘടകകക്ഷി എന്നുള്ളതിൽ ബഹുമാനിക്കുന്നല്ലാതെ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടോ അതിനെ വിമർശിച്ചുകൊണ്ടോ ഒരു കാര്യം പറഞ്ഞതിൽ അർത്ഥമില്ല. PJ ജോസഫിന് മുന്നിൽ വാതിൽ കുട്ടിയടക്കാതെ ഇടതുമുന്നണി. ജോസഫ് UDF വിട്ട് പുറത്തു വന്നാൽ സഹകരിപ്പിക്കാൻ മുന്നണി തയ്യാറായേക്കും. മുന്നണിയിൽ ഇപ്പോഴുള്ള കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ഇതിനെ എതിർക്കില്ല. കേരള കോൺഗ്രസിലെ കലാപം ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരിക്കുകയാണ് ഇടതുമുന്നണി. ജോസഫും മാണിയുമായുള്ള തർക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ കാഴ്ചക്കാർ മാത്രമായിരുന്നു ഇടതുമുന്നണി. ഭിന്നത ഇത്രത്തോളം വലുതാകുമെന്ന് പ്രതീക്ഷിച്ചുമില്ല. എന്നാൽ ജോസഫ് മുന്നണി വിട്ടേക്കുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഇടതു നേതൃത്വം. ഇനിയും ഈ മാണിയുടെ കൂടെ തുടരണമോ എന്ന് PJ ജോസഫാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിക്കട്ടെ, ജോസഫല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നാണം കെട്ടാ പാർട്ടിയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്, തുടരട്ടെ. അങ്ങനെ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഈ മഴ പെയ്യുന്നതിന് മുമ്പേ കുട പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇടതുമുന്നണിക്കൊപ്പമുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് ജോസഫിനെ സ്വാഗതം ചെയ്തു. മുന്നണിയിലേക്ക് വന്നാൽ എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ട PJ ജോസഫ് സാർ തന്നെയാണ്. അദ്ദേഹം വരുമോ ഇല്ലെന്ന് ആദ്യം പറയട്ടെ. അദ്ദേഹം അതിനുമ്പ് ആദ്യം മുന്നണി വിടണം, മാണി ഗ്രൂപ്പ് വിടണം. ജോസഫുമായി ഒരു നീക്കുപോക്കെങ്കിലും ഉണ്ടാക്കാനായാൽ മധ്യ തിരുവിതാംകൂറിൽ അത് വലിയ നേട്ടമാകുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതും കേരള കോൺഗ്രസിലെ തർക്കവും UDF പ്രചാരണത്തെ പിന്നോട്ടടിപ്പിക്കുന്നു. സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമായിട്ട് പ്രചാരണം ശക്തമാക്കാം എന്ന പൊതുവികാരത്തിലാണ് അണികൾ. ആദ്യഘട്ടത്തിൽ സീറ്റ് ഉറപ്പിച്ചവർ പോലും പണമിറക്കിയുള്ള പ്രചരണത്തിന് മടിച്ചു നിൽക്കുകയാണ്. തുടക്കത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയും ആദ്യഘട്ടത്തിൽ ഉറപ്പിച്ച പേരുകളടക്കം മാറിമറിയുകയും ചെയ്തതോടെയാണ് UDF-ന്റെ താഴെത്തട്ടിലെ പ്രവർത്തനം മന്ദഗതിയിലായത്. ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും MK രാഘവനും സീറ്റ് ഉറപ്പിച്ചെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ പ്രചരണം ശക്തമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ ഇത് പരസ്യമായി പറയാൻ പല നേതാക്കളും തയ്യാറല്ല. എല്ലാ പ്രദേശങ്ങളിലും UDF പ്രവർത്തകർ രംഗത്തിറങ്ങി കഴിഞ്ഞു. അവർ സ്വയം എല്ലാവരും ബോർഡും പോസ്റ്ററും ഒട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊന്നും വിഷയമല്ല. ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരണം എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ മുറബൽ നടക്കുകയാണ്. KPCC പ്രസിഡന്റ് ഫെബ്രുവരി 20 മുമ്പെന്നും പ്രതിപക്ഷ നേതാവ് ഫെബ്രുവരി 25 മുമ്പെന്നും പറഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനന്തമായി നീളുന്നതിനെക്കുറിച്ച് വ്യക്തതയുള്ള ഉത്തരം നൽകാൻ നേതാക്കൾക്കും കഴിയുന്നില്ല. ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യത്തക്ക വിധത്തിൽ പാർട്ടി പ്രവർത്തകർ റെഡിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വവും കേരള കോൺഗ്രസിലെ പരസ്യതർക്കവും UDF-ന് നിലവിലുള്ള അനുകൂല സാഹചര്യം നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് സ്ഥാനാർത്ഥി മോഹികളല്ലാത്ത നേതാക്കളും അണികളും. എന്നാൽ കോൺഗ്രസ് എക്കാലത്തും ഇങ്ങനെയായിരുന്നുവെന്നാണ് മുതിർന്ന നേതാക്കളുടെ മറുപടി. 15-ാം തീയതി വൈകുന്നേരത്തിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കാൻ മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നത്. ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനിയും കാലമേറെ ഉണ്ടല്ലോ എന്ന മുൻകൂർ ജാമ്യവും എടുക്കുന്നു. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകുമെന്ന് കുമ്മനം രാജശേഖരൻ. ശബരിമല ചർച്ച ചെയ്യുന്നത് വിലക്കിയ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടിക്കെതിരെ പരാതി നൽകും. മിസോറാം ഗവർണർ പദവി ഒഴിഞ്ഞ് മടങ്ങിയെത്തിയ കുമ്മനം രാജശേഖരന് തലസ്ഥാനത്ത് BJP പ്രവർത്തകർ വലിയ വരവേൽപ്പാണ് നൽകിയത്. ഗവർണർ പദവിയൊഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ കുമ്മനം രാജശേഖരൻ നേരെ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടന്നത്. ശബരിമലയിൽ നടന്നത് കടുത്ത വിശ്വാസ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണ്. ഇക്കാര്യം ചർച്ച ചെയ്യരുതെന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് എന്ത് അധികാരമാണുള്ളത്? അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് അതിനെ തമസ്കരിക്കാനും അതിനെ ഒരു വിഷയമല്ലാതാക്കി തീർക്കാനും നടത്തുന്ന ഏതൊരു ശ്രമവും തീർച്ചയായിട്ടും അത് ഒളിച്ചോടലാണ്. വിശ്വാസവും ആരാധനയും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ വിചാരം അവരുടെ ചിന്ത അത് ഉയർത്തിപ്പിടിക്കും. വിമാനത്താവളത്തിൽ നിന്ന് തുറന്ന വാഹനത്തിൽ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയായിരുന്നു പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര.
പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുമായി കുമ്മനം കൂടിക്കാഴ്ച നടത്തി. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും കുമ്മനം തലസ്ഥാനത്തെത്തും മുൻപ് തന്നെ BJP ചുമരെഴുത്ത് തുടങ്ങിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. BJPയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 16-ന് പ്രഖ്യാപിച്ചേക്കും. കോർ കമ്മിറ്റി യോഗത്തിലുണ്ടായ പ്രാഥമിക ധാരണയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനുള്ളിൽ കേന്ദ്ര നേതൃത്വത്തിന് ലിസ്റ്റ് കൈമാറാനാണ് തീരുമാനം. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാത്തതും പട്ടിക വൈകുന്നതിന് കാരണമാണ്. ഇതിനിടെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്ന നിലപാടിലാണ് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള നിർണായക കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നു. യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കൾ സബർമതിയിലെ ഗാന്ധി ആശ്രമത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഭിസംബോധന ചെയ്യും. പാട്ടീദാർ നേതാവ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. ദണ്ഡിയാത്രയുടെ 90-ാം വാർഷിക ദിനത്തിൽ ഗുജറാത്തിൽ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ഗാന്ധി സ്മരണയോടെയായിരുന്നു തുടക്കം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക, മൻമോഹൻ സിംഗ് എന്നിവർ സബർമതി ആശ്രമത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. 58 വർഷത്തിനു ശേഷം ഗുജറാത്തിൽ ചേരുന്ന യോഗത്തിലൂടെ മോഡിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ കരുത്തുകാട്ടുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് യോഗം അംഗീകാരം നൽകും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ BJPയുടെ ദേശീയതാ പ്രചാരണത്തെ ചെറുക്കാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകും. We are going to make strategies to fight this election and to make it sure that the anti-people, anti-democratic Narendra Modi government will be out from the power of Indian government. യോഗശേഷം ഗാന്ധിനഗറിൽ മുഴുവൻ നേതാക്കളെയും അണിനിരത്തിയുള്ള ജയ് ജവാൻ ജയ് കിസാൻ റാലി നടത്തും. AICC ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്ത ശേഷം പങ്കെടുക്കുന്ന ആദ്യ പൊതുസമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. രാഹുൽ ഗാന്ധിയെ കണ്ട് പട്ടേൽ സംവരണ പ്രക്ഷോഭ നേതാവ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരും. ജാംനഗർ മണ്ഡലത്തിൽ ഹാർദിക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ന്യൂസ് 18 ഡൽഹി. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ സമ്മർദ്ദം ശക്തമാക്കി ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപെയുമായി കൂടിക്കാഴ്ച നടത്തി. സൗദിയും തുർക്കിയുമായി പ്രധാനമന്ത്രി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ വരാനിരിക്കെയാണ് ഇന്ത്യ നിലപാട് വീണ്ടും കടുപ്പിച്ചത്. പ്രമേയത്തിൽ നിലപാടറിയിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ R. പോംപെയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കി. സൗദി മന്ത്രി ആദിൽ അൽ ജുബൈറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും കൂടിക്കാഴ്ച നടത്തി. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ എന്നിവരുമായി പ്രധാനമന്ത്രി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു. നേരത്തെ ചൈനയുൾപ്പെടെയുള്ള സുരക്ഷാ സമിതിയിലെ 13 അംഗ രാജ്യങ്ങൾക്ക് മസൂദ് അസറിനെതിരായ തെളിവുകൾ ഇന്ത്യ കൈമാറിയിരുന്നു. നിലവിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈന, UAE രാജ്യങ്ങളുടെ നിലപാടുകളും നിർണായകമാണ്. ഉത്തരവാദിത്വ ബോധമുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന് ചൈന പ്രതികരിച്ചു. ന്യൂസ് 18 ഡൽഹി. തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ നടുറോഡിൽ കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ആക്രമണം നടത്തിയ കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. പ്രണയാഭ്യർത്ഥനയും വിവാഹാലോചനയും പെൺകുട്ടിയും കുടുംബവും എതിർത്തതാണ് ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. തിരുവല്ലയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ BSc വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ നടുറോഡിൽ കുത്തിവീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തീകെടുത്തി പെൺകുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സഹപാഠിയായിരുന്ന പെൺകുട്ടിയോട് അജിൻ പലതവണ പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി നിരസിച്ചു. തുടർന്ന് വിവാഹാലോചനയുമായി വീട്ടുകാരെ സമീപിച്ചെങ്കിലും അവരും എതിർത്തു. ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 70% പൊള്ളലേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ന്യൂസ് 18 കോട്ടയം.
കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇമാമിനെ ഇന്ന് 3 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. ഗാന്ധി റോഡ് പള്ളി ഇമാം അബ്ദുൾ ബഷീറിനെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മടവൂർ CM മഖാമിൽ നേർച്ച കാണിക്കാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയത് എന്ന് പോലീസ് പറഞ്ഞു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. പനമരം ആറുമുട്ടം കുന്ന് കാളിയാർ തോട്ടത്തിൽ രാജനാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 7:30യോടെയാണ് വീടിനടുത്ത് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. രാവിലെ പാൽ അളന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകും വഴി ആനയുടെ മുൻപിൽ പെടുകയായിരുന്നു. ആനയുടെ ചവിട്ടേറ്റ രാജൻ ഏറെ നേരം റോഡിൽ കിടക്കേണ്ടി വന്നു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിൽ ഇടത് പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ ധാരണയായി. മധുര, കോയമ്പത്തൂർ സീറ്റുകളിലാണ് CPM മത്സരിക്കുക. നാഗപട്ടണം, തിരുപ്പൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് CPI ജനവിധി തേടും. രാമനാഥപുരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലെ നവാസ് ഗനിയാണ് സ്ഥാനാർത്ഥി. 3 പാർട്ടികളും DMK നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിക്കുന്നത്. രാഷ്ട്രീയം പോകുന്ന വഴികൾ കണ്ട് അന്തം വിട്ട് നിൽക്കാനേ പലപ്പോഴും വോട്ടർമാർക്ക് കഴിയാറുള്ളൂ. എന്താണ് ശരിയായ ചുമരെഴുത്ത് എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ. ഈ ചുവരെഴുത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ വോട്ട് ജനനന്മയ്ക്ക്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനെ വിജയിപ്പിക്കുക. ചുവരെഴുതിയവർ പോലും അറിയാതെ ഈ ചിത്രം ആലപ്പുഴയിൽ മാറിയിരിക്കുന്നു. വരുന്നു പോകുന്നു വഴിപോക്കർ, വെറും വഴിയമ്പലമീ ജീവിതം. ഒരാഴ്ച മുമ്പ് പോരിനിറങ്ങിയ അങ്കത്തട്ട് പോലെയായിരുന്നു ആലപ്പുഴ DCC. ഇപ്പോൾ കളി കഴിഞ്ഞ മൈതാനം പോലെ ശൂന്യം. ഇത് കണ്ട് സാധാരണക്കാരൻ ഇങ്ങനെ വിലയിരുത്തുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വേലയെടുത്താൽ ജീവിക്കാം, അത്രേ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്ഥി. ഇനി വോട്ടറുടെ താത്വികമായ ഒരു അവലോകനം. വന്നുപോയി എന്നാണോ KC? അങ്ങനെയല്ല പറഞ്ഞത്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമരിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെടുത്തോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ തുടരവരെ. ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെയായി ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ അധ്വാനമാണ് ഈ ചുവരെഴുത്ത്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ മറിമായം ഇതാണ്. ഇന്ന് വരുന്നവനെ നാളെ കാണില്ല. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, News 18. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഫ്ലക്സ് നിരോധത്തിൽ സന്തോഷിക്കുന്നത് ചുവരെഴുത്തുകാരാണ്. പക്ഷേ ആവശ്യത്തിന് എഴുത്തുകാരെ കിട്ടാനില്ല എന്നതാണ് പാർട്ടികൾ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. ഒരു കാലത്ത് കൈയെഴുത്ത് ബോർഡുകളായിരുന്നു പ്രധാന പ്രചരണായുധം. കാലത്തിന്റെ മാറ്റത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പല രൂപഭാവങ്ങളിൽ വന്നതോടെ എല്ലാവരും കൈയെഴുത്ത് ബോർഡുകളെ കൈയൊഴിഞ്ഞു. എഴുത്തുകാരായ കലാകാരന്മാർ മറ്റു തൊഴിലുകൾ തേടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി കൺവീനർമാർ വീണ്ടും ബോർഡ് എഴുത്തുകാരെ തേടി തുടങ്ങിയിരിക്കുന്നു. ഫ്ലക്സ് വന്നതോടുകൂടി തന്നെ ഇങ്ങനത്തെ ഒരുപാട് ഈ കലാകാരന്മാർ ഇല്ലാതായി പോയിട്ടുണ്ട്. കാരണം ഒരു പെയിന്റിംഗ് പണിക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും പണിക്ക് പോകുന്ന ആ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ആവശ്യത്തിന് എഴുത്തുകാർ ഇല്ലെന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഫ്ലെക്സുകളുടെ കടന്നുവരവ് നിറക്കൂട്ടുകൾ ചാർത്തിയ ഈ കലാരൂപത്തെയാണ് ഇല്ലാതാക്കിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഫ്ലെക്സിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുവാനുള്ള ഹൈക്കോടതി വിധി ഈ കലാകാരന്മാരുടെ വരുമാനത്തിനാവും വഴിയൊരുക്കുക. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, News 18. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ബ്രെക്സിറ്റ് കരാറിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. തർക്കവിഷയങ്ങൾ പരിഹരിച്ച് നിയമപരമായി നിലനിൽക്കുന്ന മാറ്റങ്ങളാണ് കരാറിൽ വരുത്തിയിട്ടുള്ളത്. പുതിയ ബ്രെക്സിറ്റ് കരാറിൽ നാളെ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടക്കും. ജനപ്രതിനിധികളുടെ വരുമാന വർധന പരിശോധിക്കാൻ സ്ഥിരം സംവിധാനമില്ലാത്തതിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. പെട്ടെന്നുള്ള വരുമാന വർധന ചൂണ്ടിക്കാട്ടിയാണ് ഇടപെടൽ. വരുമാന വർധന പരിശോധിക്കാൻ കൃത്യമായ സംവിധാനമുണ്ടോ എന്ന് വിശദീകരിക്കാനും കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. കേരളത്തിൽ BJPക്കും കോൺഗ്രസിനും മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കേരളത്തിൽ കോൺഗ്രസും BJPയും
വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും ബൃന്ദ ആരോപിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് പിൻവലിക്കുന്നത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യാൻ കെ സുരേന്ദ്രനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിൽ മറ്റ് പരാതിക്കാരില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. ഏപ്രിൽ 4-ന് കേസ് വീണ്ടും പരിഗണിക്കും. ശബരിമല ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. രാവിലെ 7:45-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.